ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞങ്ങൾ മത്തി മാങ്ങയും വെച്ചിട്ടുള്ളൊരു കറി കേട്ടോ. മത്തിയിൽ മാങ്ങ ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമുക്ക് മാങ്ങ ഒക്കെ ഒന്ന് ചെത്തിയെടുക്കുക, ചെത്തി കഷ്ണങ്ങളാക്കാം. നല്ല മാങ്ങ ഇട്ട മത്തിക്കറി നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റിയായ പഴമക്കാര ഒരു കറിയാണ് കേട്ടോ. പണ്ടേ നമ്മൾ മാങ്ങട്ട് കറി വെക്കും പണ്ടുള്ളത്. നല്ലൊരു ടേസ്റ്റിയാണ്, ഇപ്പോഴും അത് നല്ലൊരു കറിയാണ് കേട്ടോ. നമുക്കിന്ന് മാങ്ങൊക്കെ ഇട്ടിട്ട് മത്തിയിൽ കറി ഉണ്ടാക്കാം. നമുക്ക് മാങ്ങൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. മാങ്ങ ലോട്ട് സുലഭല്ല. അപ്പോൾ മാങ്ങ നമുക്ക് മാങ്ങൻ്റെ ഒരു കാലമാണ്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടമില്ല മാങ്ങ ഇഷ്ടം. നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച് മാങ്ങ ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. മുളക് കീറിക്കാം. നമ്മളത് മാങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഉലുവ, ചപ്പ് പൊടി, കരിവേപ്പ്, പച്ചമുളക്, ഇതെല്ലാം നമുക്ക് അതിന് വേണ്ട സാധനങ്ങളാട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. നമുക്ക് സ്റ്റവ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ. നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് ചട്ടിയിലോട്ട് ഉലുവ ഇട്ടെടുക്കാം. വെളിച്ചെണ്ണ ഒക്കെ തിളച്ച് വരും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ 4 ചെറുള്ളി ഇട്ടാം. ഒന്നര സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം പോകുന്ന വരെ വാട്ടിയെടുക്കാം. നമുക്ക് മാങ്ങ ഇട്ടെടുക്കാം. മാങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി പരത്തിയെടുക്കാം.
വെച്ചിട്ട് ലേശം ഒരു സ്പൂൺ ഇതൊക്കെ കൂടെ ഒന്ന് വെന്ത് വെക്കട്ടെ. നമ്മൾ തേങ്ങ ഇടാൻ ജാറിലേക്ക് ഇട്ട് അത് അരച്ചെടുക്കട്ടെ കേട്ടോ. നുള്ള് പെരിഞ്ചീരകം ഇട്ട് അതൊക്കെ ഒന്ന് അരച്ചെടുത്ത് ഞാൻ പറയാം. നമുക്ക് മീനിട്ടെടുക്കാം. മീനൊന്ന് തിളച്ച് വരട്ടെ. ഇന്ന് മീനൊന്ന് തിളക്കട്ടെ. നമ്മൾ തേങ്ങ വെച്ച് കറി കിടന്ന് തിളച്ച് വരട്ടെ. നമ്മളെ കറി ഇവിടെ റെഡിയായി. നമുക്ക് ഇറക്കി വെക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഒന്ന് താളിച്ചെടുക്കുക. വറവിടുക. കുറച്ച് കരിവേപ്പില ഇട്ട് നമുക്ക് ഒന്ന് മൂത്ത് വന്നാൽ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ കറിയിലോട്ടൊന്ന് വലിയ ചീച്ചട്ടി ആയതുകൊണ്ട് മുക്കി ഒഴിക്കുന്നത് കേട്ടോ. കുറിച്ച ധാരാളമാണ് പൗതിയാണ് കാണുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് കറി നമ്മൾ കറിയുടെ റെഡിയായി. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.